ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ ബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം, സ്റ്റോറി തെറാപ്പി. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇന്ന് ലാബ്സൻ സാറാണ് നമുക്ക് വേണ്ടി കഥ പറയുന്നത്. പുതുവർഷത്തിൽ സാർ ആദ്യമായിട്ടാണ് കഥയിലേക്ക് കടക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ സെഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു കഥയെ ആസ്വദിക്കാം എന്നുള്ള ഉറപ്പോടു കൂടി ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലാബ്സൻ സാറിനെയും. ലാബ്സൻ സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സർ. പുതുവർഷത്തിലെ രണ്ടാമത്തെ ആഴ്ച ആയെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് പുതുവർഷത്തിൽ കയറുന്നത്. എല്ലാവർക്കും ആദ്യമായിട്ട് ഹെൽത്തി ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. ഓ ഹെൻറിയുടെ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഐ തിങ്ക് യു നോ ദ പെക്യുലാരിറ്റി ഓഫ് ഓ ഹെൻറി. നമുക്ക് പൊതുവെ അറിയാവുന്നതാണ്. ഓ ഹെൻറിയിലെ കഥയിലെ അവസാന ട്വിസ്റ്റ് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിന് മിക്കവാറും കഥകളിലുണ്ട്. അത് ഈ കഥയിലും നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ദ ജിമ്മി എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ്. ജെയിംസ് വാലന്റൈൻ, അദ്ദേഹത്തെ ജിമ്മി എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ജയിലിൽ അടച്ചിരിക്കുന്ന അവസരത്തിൽ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ട ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഗവർണറിൽ നിന്നും പ്രത്യേകമായ ഒരു മോചനം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാം എന്ന് പേപ്പേഴ്സ് ഒക്കെ റെഡിയായി വന്നിരിക്കുകയാണ്. പക്ഷെ വാർഡന് അദ്ദേഹത്തിന് സംശയമാണ്. അദ്ദേഹം തന്നെയാണ് പല ബാങ്ക് ബർഗ്ലറിക്കും പിന്നിലുള്ള ആള് എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായമായ സംശയം. അങ്ങനെ ബാങ്ക് കവർച്ചകൾ ആർക്കും ചെയ്യാനാകാത്ത നല്ല ബാങ്കുകൾ പോലും ഈസി ആയിട്ട് ജിമ്മി സാധാരണ അതിക്രമിച്ച് കയറുകയും അതിൽ നിന്ന് വേണ്ടുവോളം എടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ജയിൽ വാർഡിന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ബെൻ എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് പോലീസാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റുവരാൻ സാധ്യതയില്ല എന്ന് തന്നെ. അതായത് ഗവർണർ റിലീസ് പേപ്പേഴ്സ് തയ്യാറാക്കിയതുകൊണ്ട് വേറെ നിവൃത്തിയില്ല. അദ്ദേഹം പിറ്റേ ദിവസം അദ്ദേഹത്തെ മോചിതനാക്കുകയാണ്. ജിമ്മി റിലീസ് പേപ്പേഴ്സ് കിട്ടിയപ്പോൾ താൻ ആയിരുന്ന ആ മുറിയിലേക്ക് തിരിച്ചു വന്ന് ഒരു സൂട്ട് കേസ് എടുത്ത് തന്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് അടുത്തുള്ള നല്ല ഹോട്ടലിൽ നല്ലവണ്ണം ഭക്ഷണം കഴിച്ച് അദ്ദേഹം യാത്ര ആരംഭിക്കുകയാണ്. ആ ഹോട്ടലിലെ അദ്ദേഹത്തെ അറിയാവുന്ന ഒരു സുഹൃത്ത് ചോദിച്ചു, ഇനിയും പഴയ പണിക്ക് തന്നെ പോവുകയാണോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും എന്ത് പഴയ പണി, ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ആളെ തെറ്റിയതായിരിക്കും എന്ന് ചിരിച്ചുകൊണ്ട് മറുപടിയും പറഞ്ഞ് അദ്ദേഹം തന്റെ സൂട്ട് കേസുമായി പുറത്തേക്ക് പോകുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരുപാട് ബാങ്ക് കൊള്ളകൾ നടക്കുന്നതായിട്ട് അറിയപ്പെടുന്നു. ബെൻ എന്ന് പറയുന്ന പോലീസുകാരൻ വീണ്ടും സംശയിക്കുകയാണ്, ജിമ്മിയാണ് ഇതിന്റെ പിറകിലുള്ളത് എന്ന് സംശയിക്കുന്നു. അദ്ദേഹം ജിമ്മിയെ പിന്തുടരാൻ തന്നെ തീരുമാനിക്കുകയാണ്. ജിമ്മി പോകുന്ന വഴികളിലൊക്കെ ബെൻ തന്റെ വല വീശിക്കൊണ്ട് ജിമ്മിയെ അകത്ത് പിടിക്കാനായിട്ട്, കാരണം തെളിവില്ലാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിവൃത്തിയില്ല. അദ്ദേഹം ചെയ്യുന്ന ബർഗ്ലറിക്കൊന്നും ഒരു തുമ്പും കിട്ടാത്ത രീതിയിലാണ് അദ്ദേഹം ബർഗ്ലറി നടത്തുന്നത്. അതുകൊണ്ട് ബെൻ കാര്യമായിട്ട് വല വീശിക്കൊണ്ട് എങ്ങനെയും അദ്ദേഹത്തെ പെടുത്തണം ചിന്തയോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിമ്മിക്ക് കാര്യം മനസ്സിലായപ്പോൾ ജിമ്മി വിചാരിച്ചു ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം എൽമോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം ഇവിടെ നിന്നും കയറുകയാണ്. അവിടെ അദ്ദേഹം വിചാരിക്കുകയാണ്, ഏതായാലും അത്യാവശ്യം പൈസ കയ്യിലുണ്ട്, ഇത് വെച്ചിട്ട് വേറൊരു വ്യത്യസ്തമായ ഒരു ജീവിതം ആരംഭിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ചെന്ന് ഒരു റൂമിലേക്ക് കടന്ന്, ഒരു ലോഡ്ജിലേക്ക് കടന്ന് റൂം അന്വേഷിക്കുകയാണ്. അപ്പോൾ ലോഡ്ജുകാർ ചോദിക്കുന്നുണ്ട്, താങ്കൾ പരിചയമില്ലാത്ത ആളാണ്, താങ്കൾ എന്തിനാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് വടക്കുനിന്ന് വരുന്ന ആളാണ്, ഇനി ഇവിടെ ഒരു ബിസിനസ് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഷൂവിന്റെ വലിയ ഒരു ഫാക്ടറി തന്നെ ഇവിടെ റൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തോടൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഇവിടെ ഷൂ നല്ല മാർക്കറ്റിംഗ് ഉള്ള സ്ഥലമാണ്, ഇവിടെ
താങ്കൾ ഫാക്ടറി ഉണ്ടാക്കുകയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹം അവിടെ പേര് കൊടുക്കുമ്പോൾ ഇതിൽ പേരൊന്ന് മാറ്റി ജിമ്മി എന്നല്ല അവിടെ കൊടുത്തത്, റാൽഫ് സ്പെൻസർ എന്നാണ് അവിടെ പേര് കൊടുത്തത്. കാരണം ജിമ്മി എന്ന് പേര് കൊടുത്താൽ ഒരുപക്ഷെ ബെന്നിന്റെ ആളുകൾ ഇവിടെയും വല വീശാം. അതുകൊണ്ട് പുതിയ ഒരു തുടക്കമാകട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു. മാത്രമല്ല, ജയിലിലായിരുന്നപ്പോൾ ഷൂ പണിയുന്ന കാര്യമൊക്കെ അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നല്ല ഫാക്ടറി തുടങ്ങിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഷൂ വിൽക്കാനായിട്ടുള്ള ആ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ട് മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം നല്ല ഒരു ഷൂ ഫാക്ടറി അവിടെ സ്ഥാപിക്കുകയും വളരെ മനോഹരമായിട്ട് എക്സ്ക്ലൂസീവായി നല്ലൊരു ഷോറൂം ഒക്കെ ഉണ്ടാക്കിയിട്ട് ആളുകൾ അട്രാക്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കാണ് അദ്ദേഹം അവിടെ ഒരു മനോഹരിയായ സ്ത്രീയെ കാണുവാനും അവരെ ആദ്യ കാഴ്ചയിൽ തന്നെ വളരെ താല്പര്യം അവരോട് തോന്നിയതുകൊണ്ട് സാധിക്കുമെങ്കിൽ അവരെ പ്രണയിക്കണമെന്നും അദ്ദേഹം തീരുമാനിക്കുകയാണ്. ആ കൊച്ചിന്റെ പേരൊക്കെ അദ്ദേഹം മനസ്സിലാക്കി. അവർ വലിയൊരു ബാങ്കറുടെ മകളാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വിചാരിച്ചു, ബാങ്കറ്, ബാങ്ക്രപ്സി, ബാങ്ക് ബർഗ്ലറി, ഈ വാക്കുകളൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകളായി തീർന്നിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഒരു ബാങ്കറുടെ മകളായിട്ട് ചേർന്ന് പോകാൻ എനിക്ക് സാധിക്കുമോ എന്ന് അദ്ദേഹം തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. അദ്ദേഹത്തിന് മറുപടി കിട്ടി, തീർച്ചയായിട്ടും ഒരു പുതിയ മനുഷ്യനായിട്ട് ഇനി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ എന്തിനാണ് ജിമ്മിയെ കുറിച്ച് ചിന്തിക്കുന്നത്? യു ആർ റാൽഫ് സ്പെൻസർ, യു ആർ എ ന്യൂ മാൻ. അതുകൊണ്ട് ഇനി തങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്ന് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് അദ്ദേഹം റാൽഫ് സ്പെൻസർ ആയിട്ട് തന്നെ അവരെ പരിചയപ്പെടുന്നു. അവർക്കും ഇദ്ദേഹത്തിന്റെ നിലപാടിലും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളിലൊക്കെ അല്പം താല്പര്യം ഉണ്ടാകുന്നു. ക്രമേണ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഈ സുന്ദരിയായ സ്ത്രീ ഇദ്ദേഹത്തെ വിവാഹം ചെയ്യുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം സമ്മതനാകുന്നു. അങ്ങനെ സന്തോഷപൂർവ്വം അവർ മുന്നോട്ട് പോകുമ്പോൾ റാൽഫ് എന്ന് പറയുന്ന ജിമ്മി ഒരു കാര്യം വിചാരിച്ചു, ഇനി ഈ സൂട്ട്കേസിന്റെ കയ്യിൽ വയ്ക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് എത്രയും വേഗം എൻ്റെ കയ്യിൽ നിന്നും പോകണം. എങ്ങാനും ഈ സൂട്ട്കേസ് കണ്ടുപിടിച്ചാൽ ബെൻ എന്ന പോലീസുകാരൻ ഒരുപക്ഷെ തന്നെ എപ്പോഴെങ്കിലും ആക്കുകയാണെങ്കിൽ ഈ ബാങ്കർ മകളുമായിട്ടുള്ള തൻ്റെ പ്രണയത്തിന് എന്നേക്കുമായിട്ട് വിരാമം വേണ്ടിവരും. അതുകൊണ്ട് ഇത് കൊടുത്തയക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. തൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ ആ വിവരം അറിയിച്ചുകൊണ്ട് തൻ്റെ ബാഗ് ഈ പ്രദേശത്ത് നിന്നും ഒന്ന് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിവരം അറിയിക്കുകയാണ്. അങ്ങനെ വിവരം അറിയിച്ച ശേഷം അദ്ദേഹം ഒരു ദിവസം തൻ്റെ പ്രേമവാചനവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എൻ്റെ വീട്ടിലേക്ക് വരണം, എൻ്റെ പിതാവുമായിട്ട് സംസാരിക്കണം, നമ്മുടെ മാരേജ് എന്നാണ് നടത്തുന്നത് തീരുമാനിക്കേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ അദ്ദേഹം ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ആഡംസ് എന്ന് പറയുന്ന ആ പിതാവ് അദ്ദേഹത്തിന്റെ ചുറുചുറുക്കുള്ള ശൈലി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഷൂ ഫാക്ടറിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അതീവ സന്തുഷ്ടനായിട്ട് തൻ്റെ മകളുടെ ഭർത്താവിനെന്ന പോലെ അവർ അദ്ദേഹത്തെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ബാങ്കിനകത്ത് ഒരു പുതിയ സേഫ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരാൾക്കും അത് കുത്തി തുറക്കാൻ സാധിക്കാത്ത അത്രയും നല്ല ഒരു മേക്കാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊന്ന് കാണാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരെയൊക്കെ ആയിട്ട് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇവർ അങ്ങോട്ട് എത്തിച്ചെല്ലുന്നത്. ഏതായാലും വീട്ടുകാരൊക്കെ ചേർന്ന് ആ ബാങ്കിൽ പോയിട്ട് ആ പുതിയ സേഫ് കാണാനായിട്ട് പോവുകയാണ്.
അങ്ങനെ എല്ലാവരും കൂടെ അവിടെ കടന്നു ചെന്ന് ആ ബാങ്കിലെ പുതിയ അളമാര പ്രത്യേകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവരോടായിട്ട് ആൾക്കാർക്ക് വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ മിസ്റ്റർ സ്പെൻസറും, അതായത് പണ്ടത്തെ ജിമ്മിയും അദ്ദേഹത്തിന്റെ സ്നേഹഭാജനും കൂടെ ഒരു സൈഡിൽ നിന്ന് വർത്താനം പറയുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് പെട്ടെന്നൊരു കരച്ചിൽ കേട്ടു. മറ്റൊന്നുമല്ല, ഈ ബാങ്കറുടെ ഒരു മകളുടെ കുഞ്ഞ് ഈ പുതിയ അളമാരിക്കകത്തുനിന്ന് കയറിയതാ. പക്ഷെ അകത്ത് കയറി ഉടനടി അതിന്റെ വാതിൽ ആരോ അറിയാതെ അടച്ചു. കുഞ്ഞ് അകത്തുണ്ടെന്ന് വിചാരിച്ചല്ല അടച്ചത്, വാതിൽ അടച്ചു. പുറത്തുനിന്ന് തുറക്കാൻ ഒരു നിവൃത്തിയില്ല. അങ്ങനെ വാതിൽ അടഞ്ഞു പോയപ്പോൾ ബാങ്കർക്ക് ഭയങ്കര സങ്കടമായി. അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ചേതനേറ്റ ശരീരമേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് അദ്ദേഹം ഓർത്തു. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ പ്രേമഭാചനം തന്റെ കാമുകനോട് പറയുകയാണ്, അല്ലെങ്കിൽ തന്റെ ബ്രൈഡ് ടു ബിയോട് പറയുകയാണ്, അങ്ങനെയാണല്ലോ കാമുകനെ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടെ അദ്ദേഹത്തേക്ക് നോക്കിക്കൊണ്ട് പറയാണ്, കാൻ യു സേവ് മൈ നീസ്? എന്റെ നീസിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു. പെട്ടി കൊണ്ടുപോകാനായിട്ട് തന്റെ കൂട്ടുകാരനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എത്തിയിട്ടില്ല. ഇപ്പോൾ തന്റെ കൈവശം പെട്ടിയുണ്ട്. എന്തു ചെയ്യണം എന്ന് അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഉടനെ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ പോകും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ ആ സൂട്ട് കേസ് എടുത്തു. അദ്ദേഹം നിമിഷങ്ങൾക്കുള്ളിൽ ആ ഷട്ടർ തുറന്നു. ആ കുഞ്ഞിനെ രക്ഷിച്ചു. കുഞ്ഞിനെ രക്ഷിച്ച് അദ്ദേഹം സന്തോഷത്തോടുകൂടെ അവിടെ നിൽക്കുമ്പോൾ മറ്റെല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തി. ഈ പ്രാണേശ്വരിക്കാണെങ്കിൽ വലിയ സന്തോഷമായി. എന്റെ ഗുഡ്ബി എത്ര കേമനം നോക്കൂ എന്ന് മറ്റിലൊക്കെ അവരിങ്ങനെ വളരെ സന്തോഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റാൽഫ് സ്പെൻസർ എന്ന് പറയുന്ന ജിമ്മി അവിടെ നിൽക്കാതെ ആ സൂട്ട് കേസിനെ പിടിച്ച് പെട്ടെന്ന് പുറത്തേക്ക് പോവുകയാണ്. മറ്റൊന്നുമല്ല, അവിടെ ബെൻ എന്ന പോലീസുകാരൻ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഉടനെ അറസ്റ്റ് ചെയ്യും. അവര് മുമ്പിൽ വെച്ച് അറസ്റ്റ് വേണ്ട എന്ന ചിന്തയോടുകൂടെ, അവർക്ക് ഈ പൂർവ്വതത്തെ അറിയാത്തതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് വരിക്കാൻ വയ്യ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോയിട്ട് ആ പോലീസുകാരൻ്റെ അടുത്തേക്ക് അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ ആ പോലീസുകാരൻ ബെൻ അദ്ദേഹത്തെ നോക്കി പറയുന്നു, ഐ തോട്ട് യു ആർ ജിമ്മി, ബട്ട് നൗ ഐ നോ ദാറ്റ് യു ആർ റാൽഫ് സ്പെൻസർ. ഓക്കെ സർ. ആൻഡ് ഹി വെന്റ് അവേ. ഞാൻ വിചാരിച്ചു താങ്കൾ ജിമ്മി ആണെന്ന്, പക്ഷെ നിങ്ങൾ റാൽഫ് സ്പെൻസർ ആണല്ലേ, എനിക്ക് തെറ്റുപറ്റി, ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ നടന്നു പോകുന്നു. അതാണ് ഓ ഹെൻറിയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ സമയത്ത് ഈ പ്രേമഭാജനത്തിന് മുമ്പാകെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ബെൻ, ജിമ്മി മനസ്സാകാഞ്ഞിട്ടല്ല, ആ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് അദ്ദേഹം ബാങ്ക് ബർഗ്ലറിക്ക് വേണ്ടിയല്ല, ആ കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനം കണ്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ച് അദ്ദേഹത്തെ വെറുതെ വിടുകയായിരുന്നു. ഇതാണ് റാൽഫ് സ്പെൻസറുടെ കഥ, അഥവാ ഓ ഹെൻറിയുടെ കഥ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. പുതുവർഷത്തിൽ തീർച്ചയായിട്ടും വളരെ അർത്ഥഗർഭമായ ഒരു കഥ തന്നെയാണ് ഓ ഹെൻറിയുടെ. എനിക്ക് തോന്നുന്നു 1903 പ്രസിദ്ധീകരിച്ച ഒരു കഥയാണെന്ന് തോന്നുന്നു. ഇത്രയും കഥകൾ ഒരേ സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തൻ്റെ ജീവിതത്തിൽ പഴയകാലത്ത് ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ എത്രമാത്രം നെഗറ്റീവായിട്ട് സംഭവിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അവിടെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയ തലം വളരെ കൃത്യമായിട്ട് തുറന്നു കിട്ടുകയും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്ന ആ ഒരു മനോഹരമായ ദൃശ്യം. താങ്ക് യു വെരി മച്ച് സാർ, വളരെ സന്തോഷം. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ചൊരു ചർച്ച നടത്താം. ഓ ഹെൻറിയുടെ മനോഹരമായ ഒരു കഥയാണ്. എനിക്ക് തോന്നുന്നു സ്നേഹലത മാമിനെ വിളിക്കാം. മാം എപ്പോഴും
ഓ ഹെൻറിയുടെ കഥകളൊക്കെ വായിക്കുന്നതാണ്. സ്നേഹത മാം കേൾക്കാമോ? ഷീല മാം? സ്നേഹത മാം പറയും. സാർ, ഞാൻ ഈ കഥ വായിച്ചിരുന്നു. എന്നിട്ട് ഞാനിത് പറയണമെന്ന് വെച്ചിരിക്കുവായിരുന്നു. അപ്പൊ സാർ പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഈ കഥ. ഓ ഹെൻറിയുടെ ഈ കഥ ഞാൻ അടുത്ത സമയത്ത് വായിച്ചായിരുന്നു. എന്നിട്ട് ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പൊ സാറ് ലാഫ്സൺ സാറ് പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഒരാളെ നല്ല മാർഗത്തിലേക്ക് തിരിഞ്ഞു വന്നിട്ടും പിന്നെയും അബദ്ധത്തിൽ ചാടാൻ പോകുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ അവസാനം അദ്ദേഹത്തിൻ്റെ നന്മ കണ്ട് ആ പോലീസ് ഓഫീസർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ പോകുന്നു. അത് വളരെ മനോഹരമായിരുന്നു. താങ്ക് യു ലാഫ്സൺ സാർ. മാഡം പറയാൻ ഉദ്ദേശിച്ച കഥയായിരുന്നു. ഞാൻ വേറെ കഥ പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു മാഡം പറയാൻ ഉദ്ദേശിച്ചത്. സോറി. സ്നേഹത മാം ഇതുപോലെ ഒത്തിരി കഥകൾ വായിക്കുന്നു. കുഴപ്പമില്ല, മാം പുതിയ കണ്ടുപിടിച്ചു. ഇതിനോട് സമാനമായിട്ടുള്ള ചില കഥകളും ഉണ്ടെന്ന് തോന്നുന്നു. ഓ ഹെൻറിയുടെ തന്നെ ചില കഥകളുണ്ട് തോന്നുന്നു. ഓക്കെ, ഷീല മാം പറയും. ഗുഡ് ഈവനിങ് സർ. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ KC ലാഫ്സൺ എന്നാണ് സാറിന്റെ പേര്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സാർ ആദ്യം പോലെ അവസാനം വരെ സാറ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് കഥ പറഞ്ഞത്. അപ്പൊ ഞാൻ വീണ്ടും നോക്കി സാറിന്റെ പേര്, അത് എനിക്ക് സ്പെല്ലിങ് തെറ്റിപ്പോയോ എന്ന് ഞാൻ വീണ്ടും വീണ്ടും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരാളിന് ഈ ചെറുപ്പത്തിലെ തന്നെ വീട്ടിലുള്ളവർക്ക് ഈ പേരിടാൻ എങ്ങനെ പറ്റി എന്നുള്ളത് ഒരു അതിശയത്തോടു കൂടി ഞാൻ നോക്കിക്കാണുകയാണ്. ഈ കഥ വളരെ മനോഹരമായ ഒരു കഥയാണ്. കഥയുടെ കണ്ടന്റ് വളരെ ചെറുതായിട്ട് തോന്നിയെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴേ ഇപ്പൊ സ്നേഹലത മാം പറഞ്ഞ പോലെ ഒരാൾ നന്നാകുകയാണ്. അത് നല്ലൊരു ശുഭാപ്തി തരുന്ന ഒരു കഥയായിരുന്നു. പിന്നെ നമ്മുടെ ഇടയിൽ നമ്മൾ പലപ്പോഴും ഈ ജിമ്മിമാരെ കണ്ടിട്ടുണ്ട്. ആ ജിമ്മിമാരിൽ മുക്കാൽ പേരും വീണ്ടും അതേ ജിമ്മിയായിട്ട് തന്നെ തുടരുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ല മനുഷ്യനായി മാറാൻ കഴിയും, റാൽഫ് സ്പെൻസർ ആയിട്ട് മാറാൻ കഴിയും എന്നുള്ള ഒരു കഥയാണ്, ഒരു സൂചന കൂടി ഇതിലൂടെ തരുന്നുണ്ട്. ഒരു നല്ല മനുഷ്യനായിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്ത് പിന്നെ മാറാനുള്ള ഒരു ടെൻഡൻസി അയാൾ കാണിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇതിനെ കൂടുതൽ ഇതിന്റെ ആധികാരികതയൊന്നും എനിക്ക് പറയാൻ അറിയില്ല. എങ്കിൽ കൂടി പിന്നെ സാറ് ഈ കഥ തെരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം. കാരണം മനോഹരമായിട്ട് സാർ അത് അവതരിപ്പിച്ചു. സാർ ഒട്ടും തന്നെ നോക്കുക പോലും ചെയ്യാതെ സ്റ്റെപ്പായിട്ട് ആ കഥ നല്ല ഇതായിട്ട് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ അസൂയ തോന്നുന്നുണ്ടായിരുന്നു ഇങ്ങനെ കഥ പറയാൻ പറ്റുന്നതില്. അപ്പം അത് ചെറിയ കഥ ചെറുതെന്ന് പറയുന്നെങ്കിൽ ഒരു ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലേ സാറേ? കുറെ കാര്യങ്ങളുണ്ട് അതില്. കാരണം ഒരാളിന്റെ ജീവിതത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ചെറിയ കഥയിലൂടെ സാറ് വരച്ച് കാട്ടുകയായിരുന്നു. അപ്പോ ഇതില് ഞാൻ ജിമ്മിയെ കണ്ടു, ജിമ്മി മാറിയിട്ട് റാൽഫ് സ്പെൻസർ ആകുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ ലവറിനെ എനിക്ക് സാറിന്റെ സന്തോഷമുള്ള മുഖത്ത് അവരെ കുറിച്ച് പറയുമ്പോൾ ആ സന്തോഷം ഞാൻ ഓർക്കുന്നു. അത് കാരണം റാൽഫ് ഇഷ്ടപ്പെട്ടതുപോലെയാണ് സാർ അവരെ കണ്ട് ഇഷ്ടപ്പെട്ടതുപോലെയുള്ള രീതിയിലായിരുന്നു സാർ അത് അവതരിപ്പിച്ചത്. അപ്പൊ അവർ അത്രയും സുന്ദരിയായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നിയത്. കൊള്ളായിരുന്നു സാറേ. താങ്ക് യു സാർ. ഇത് നല്ലൊരു കഥ ഈ വൈകുന്നേരം കൊണ്ട് തന്നതിന് വളരെ ഉപകാരം. താങ്ക് യു സാർ. അല്ല, ഒരാള് ഭൂതകാലം എങ്ങനെയാണെങ്കിലും എത്ര പെട്ടെന്ന് ഒരു ചേഞ്ച് വരുത്താൻ എളുപ്പമാണ് അല്ലെ? ഏത് നിമിഷം വേണമെങ്കിലും ചേഞ്ച് ചെയ്യാമെന്നുള്ളതിന്റെ വലിയ അതെ സാറേ. അതെ, നമ്മൾ കാണുന്ന ആൾക്കാർ പലപ്പോഴും നമ്മൾ പലരെയും ഇങ്ങനെ മോശമായിട്ട് തന്നെ കണ്ടിട്ട് അതേ കണ്ണു വെച്ച് തന്നെ എപ്പോഴും കാണാറുണ്ട്. അത് ഇതിലൊരു പ്രധാന പോയിന്റ് ആണ്. കാരണം നമുക്ക് മാറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ വ്യക്തി മാറിയാൽ കൂടി നമ്മൾ മാറാൻ തയ്യാറല്ല. അത് ഇവിടെ എനിക്ക് തോന്നിയിരുന്നു. അത് ഞാൻ അതിനോട് ചേർത്ത് കമന്റ് പറയട്ടെ. ബൈബിളിലെ ക്രൈസ്റ്റിന്റെ ഒപ്പം 2 കള്ളന്മാരെ കുരിശിച്ചിരുന്നു. അതിൽ ഒരാൾ ക്രൈസ്റ്റിനോട് ചേർന്ന് പർദീസ വാഗ്ദാനം ലഭിച്ച ആളാണ്. പക്ഷെ ഇന്നും ക്രിസ്ത്യൻസ് അദ്ദേഹത്തെ വിളിക്കുന്നത് വലതുഭാഗത്തെ കള്ളൻ എന്നാണ്.
അദ്ദേഹം അതാ. ഏറ്റവും വലിയ സെയിന്റ് ആണ് ശരിക്കും. പക്ഷെ ആ സെയിന്റിന് വീണ്ടും പേര് മാറ്റിയിട്ടില്ല. വലത്ത് ഭാഗത്തെ കള്ളൻ എന്നാ ഇപ്പോഴും ക്രിസ്ത്യാനി വിളിച്ചുകൊണ്ട് അതെ സാറേ, അതെ പൂർവ്വകാലത്ത് അതെ നമ്മുടെ കാഴ്ചപ്പാടാണ് മാറാത്തത് എന്നാണ് സാർ ഇവിടെ പറയുന്നത്. വീണ പേരൊരിക്കലും മാറത്തില്ലെന്ന് അർത്ഥം അല്ലേ? അതെ അതെ, നോക്കിയും കണ്ടുമൊക്കെ സാറ് ജീവിക്കുക. അല്ല, ഏത് നിമിഷവും ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ടി വി കൂടെ നോക്കുമ്പോൾ, ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളൊക്കെ ടി വി നോക്കുമ്പോൾ ചെറിയ വാക്കുകൾ പഴിച്ചാൽ പോലും അത് വലിയ അല്ല ഭീകരമായ സാറേ, ശരിയാ ശരിയാ ശരിയാ. ഒക്കെ ആളുകൾക്ക് അല്ല സാറേ, പ്രവർത്തിക്കുന്നതിൽ കുഴപ്പമില്ല. അതൊന്ന് പറയുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് ആളുകളെല്ലാം അടപടലെ മാറുക. അതെ ആദ്യം ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവര് മറ്റൊരാളെ ക്രൂശിക്കപ്പെട്ടപ്പോ എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഇവരുടെ വശം ചേരുക. അങ്ങനെ ഒരു ഇത് നമുക്ക് ആ കാണാൻ വഴി പറ്റും. പോകണ്ട, ആ വഴി പോകണ്ട. ശ്രീകുമാരി മാമിന് വിഷയത്തിലേക്ക് പോകണ്ട, ചിലപ്പോ നമ്മളും അകത്താവും. സാറേ, എനിക്ക് എന്റെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആ അവര് ഓക്കെ അവരെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ ഇപ്പൊ വന്നത്. അവര് പോയില്ല. അങ്ങനെ ഓക്കെ ഓക്കെ നല്ലൊരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. നല്ലൊരു കഥ കേൾക്കാൻ പറ്റില്ല. ഞാൻ തയ്യാറായിരുന്നതാണ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ ഓക്കെ ഞാൻ ഇപ്പൊ വിൻസെന്റ് ജോസ് സാർ കേട്ടോ? വിൻസെന്റ് സാർ, ജോഷി സാർ. ലാർസൻ സാറിന് ഒരിക്കൽ കൂടി ഇവിടെ വരാനും ഈ പുതുവർഷത്തിൽ ഒരു നല്ല കഥ അവതരിപ്പിക്കാനും സാധിച്ചതിനുള്ള നന്ദി അറിയിക്കട്ടെ. ഓ ഹെൻറി നല്ല സാരോപദേശം സുന്ദരമായ ട്വിസ്റ്റിലൂടെ നൽകുന്ന ഒരു നല്ല കഥാകാരനാണ്. ഈ ക്രിസ്മസ് കാലത്ത് സമ്മാനം നൽകുന്നതിന്റെ വളരെ സുന്ദരമായ ജിം ആൻഡ് ഡെല്ല എന്ന കഥാപാത്രങ്ങളുടെ കഥ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. വളരെ സുന്ദരമായിട്ട് അവര് എന്താണ് സ്നേഹം എന്ന്, എന്താണ് സമ്മാനം, എന്താണ് സ്നേഹം എന്ന് വെളിപ്പെടുത്തുന്ന ജിം ആൻഡ് ഡെല്ല, മാഗീസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ആ കഥ വളരെ ഞാൻ ഓർക്കുന്നു, ഇതുമായിട്ട് ചേർത്ത് വെച്ചു. ഇവിടെ ഈ കഥയിൽ പറയപ്പെടുമ്പോൾ പൂർവാശ്രമം ഒരു മനുഷ്യന്റെ എത്ര മോശമായിരുന്നാലും അവൻ ഒരു മാനസാന്തരത്തിന് തയ്യാറായാൽ, യഥാർത്ഥമാണെങ്കിൽ അവന് രക്ഷയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണിത്. അവരെ അംഗീകരിക്കുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. എല്ലാവരും ഒരുപക്ഷെ സ്വീകരിക്കണമെന്നില്ല. ഒരു 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 കുറ്റവാളിയുടെ പേര് വീണ് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അതവന്റെ കൂടെ തന്നെ പോകുന്നതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു രീതി. അതാണ് ലാസൻ സാർ ഇടയ്ക്ക് ബൈബിളിലെ നല്ല കള്ളൻ, നിങ്ങളുടെ ഈ കത്തലിക് വേർഷനിലെ നല്ല കള്ളൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. അപ്പോ നല്ല കള്ളൻ എന്ന പേര് അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കുകയാണ്. യഥാർത്ഥത്തില് സെയിന്റാണ് അദ്ദേഹം. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് പറഞ്ഞ് ആകെ കൂടി ജീസസ് ക്രൈസ്റ്റ് ഒരാളെ വിശുദ്ധനാക്കിയെങ്കിൽ അത് ഈ പറയുന്ന ആളാണ്. പക്ഷെ ബാക്കിയുള്ളവരെ എല്ലാം മാർപ്പാപ്പയാണ് വിശുദ്ധനാക്കിയിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടെ നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തെ നല്ല കള്ളൻ എന്ന് തന്നെയാണ് വിളിക്കുക. പിന്നെ ഒരു നല്ലായുടെ ചേർത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ ഒരു കൺവേർഷന് ശരിയായ രീതിയിൽ തയ്യാറാകുമ്പോൾ നല്ല മനുഷ്യർ, അതാണ് ആ പോലീസുകാരൻ ചെയ്തത്, അതിനെ അപമാനിച്ചില്ലെന്ന് മാത്രമല്ല ഒരു വിധത്തിലും ദ്രോഹിക്കാനും അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, തെറ്റ് ചെയ്തെങ്കിൽ കൂടെയും ഒരു മാനസാന്തരത്തിന് തയ്യാറാവുക. ഒപ്പം അല്ലാത്ത ആളുകളോട്, ഈ നല്ല മനുഷ്യരെന്ന് പറയുന്ന ആളുകൾ സ്വീകരിക്കേണ്ടുന്ന ഒരു മനോഭാവം, അതും ബൈബിളിലെ ധാരാളം ഉദാഹരണങ്ങളും ഉപമകളും ഒക്കെ പറയാനുണ്ട്. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന്
യേശു പറഞ്ഞതും ഒക്കെ നമുക്കിവിടെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ്. നല്ല ധൂർത്തപുത്രന്റെ കഥ എന്ന് പറയുന്നിടത്തും ഇളയ മകൻ തിരികെ പിതാവിന്റെ സന്നിധിയിലേക്ക് വരുന്നു. എന്നാൽ പിതൃഭവനത്തിൽ നല്ല പ്രവർത്തികളും ചെയ്തുകൊണ്ടിരുന്ന ആളിന് അത് അത്ര രുചിച്ചില്ല. മൂത്തപുത്രൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവൻ ഈ തെറ്റ് ചെയ്തിട്ട് വന്ന ഇവനെയാണോ ഇപ്പോൾ ഈ പിതാവ് ഇത്രമാത്രം സ്നേഹിക്കുന്നത്? ഞാനിവിടെ ഇത്രമാത്രം വിശ്വസ്തനായി നിന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു കൊച്ചു കാളനെ പോലും കൊല്ലാൻ തയ്യാറായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള പരാതികൾ പറയുന്ന രീതിയാണ് സമൂഹത്തിൽ നല്ലവരെന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെത്. പക്ഷെ ദൈവത്തിന് സന്നിധിയിൽ സ്വീകാര്യരാകുന്നത് ഇതുപോലെ മാനസാന്തരപ്പെടുന്ന വ്യക്തികളെയാണ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. ചില ആളുകൾ മാനസാന്തരമൊന്നും യഥാർത്ഥത്തിൽ പെടുന്നില്ല. എന്നാൽ നല്ല മാനസാന്തരപ്പെടുന്ന ആളുകളെയും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഈ സമീപകാലത്ത് തന്നെ, ഒരുപാട് കൊല്ലമൊന്നുമല്ല, നമ്മുടെയൊക്കെ ഒരുമാതിരി ചെറുപ്പത്തിൽ കേട്ടിരുന്ന ഒരു സംഭവമാണ് കരിക്കമ്പില്ല ദമ്പതി വധക്കേസിലെ മദ്രാസിലെ മോൻ എന്ന് പറയുന്ന റെന്നി ജോർജിനെ കുറിച്ചുള്ള കഥ. നമ്മുടെ സാബു സാറ് ഇപ്പൊ താമസിക്കുന്ന ചാലുകുന്നിലാണ് റെന്നി ജോർജിന്റെ വീട്. ചാലുകുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ആ ടേണിങ്ങിൽ ഇരിക്കുന്ന വീടായിരുന്നു റെന്നിയുടേത്. റെന്നി റെന്നിയുടെ ഫാദർ വലിയ സുവിശേഷകനായിരുന്നു, പാസ്റ്ററൊക്കെ ആയിരുന്നു. എന്നാൽ അവൻ വഴിപഴച്ചു പോയി 2-3 രാജ്യങ്ങളിലുള്ള ഗുണശേഖരനെയും കീബില ദാനിയേലിനെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ അകന്ന ബന്ധുവായ ഈ കരിക്കമ്പില്ലയിലെ റൈച്ചലിനെയും ജോർജിനെയും കൊല്ലുകയാണ്. വലിയ തുമ്പൊന്നും ഇല്ലായിരുന്നെങ്കിൽ കൂടെയും പോലീസിനെ പിടിച്ചു. പക്ഷെ പിൽക്കാലത്ത് നിലവിൽ റെന്നി മരിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം. റെന്നി ബാംഗ്ലൂരിൽ ഒരു വലിയ ഒരുപാട് അനാഥരായ ആളുകളെ എടുത്ത്, കുട്ടികളെയും അല്ലാത്തവരെയും ഒക്കെ എടുത്ത് വളർത്തുകയും അവരെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ഒരു സേവന പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ജയിലിൽ കഴിയുന്ന ഇതുപോലെയുള്ള സമാന സ്വഭാവക്കാരായിട്ടുള്ള ആളുകളെ ഈ കൺവേർഷനിലേക്ക് നയിക്കുക, അവരെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു മിനിസ്ട്രി ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടെ ആളുകളെ പൊതുവില് ഇപ്പോഴും ആ ഒരു മനോഭാവത്തിൽ തന്നെ, കൊലപാതകി എന്നുള്ള ഒരു മനോഭാവത്തിൽ തന്നെ ആകാം ഒരുപക്ഷെ ചിലരെങ്കിലും കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല അങ്ങനെയുള്ളവരെ കാണേണ്ടത് എന്നാണ് ഈ പറയുന്ന കഥ നമ്മെ പഠിപ്പിക്കുന്നത്. വേറൊരു രവിയച്ഛനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. രവിയച്ഛനും ജയിലിൽ വളരെ നല്ല മനുഷ്യനായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കൊള്ളാം. നമ്മളിൽ ഒരു അത്തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാൻ ഒരു ആഹ്വാനം കൂടിയാണ് ഈ രാത്രിയിൽ, ഈ പുതുവർഷത്തിൽ തരുന്നത്. ആകാം ചിലരൊക്കെ സാഹചര്യവശാൽ സാന്ദർഭികമായൊക്കെ ചിലപ്പോൾ തെറ്റിൽ വീണിട്ടുണ്ടാകാം. ചിലരെങ്കിലും ബോധപൂർവം അതിൽ നിന്ന് മാറാൻ തയ്യാറായിട്ടുണ്ട്. മാറാൻ തയ്യാറായാലും സമൂഹം ചിലപ്പോൾ നോ പറയും, നീ മാറണ്ട, നീ അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി എന്ന് പറയപ്പെടുന്ന ആ സ്വഭാവത്തിന്മേൽ ഒരു നിയന്ത്രണം പാലിക്കണമെന്ന് കൂടിയാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കാനും നന്നായിരിക്കുന്നു. ഇതുപോലെയൊക്കെയുള്ള കഥകൾ നമ്മുടെ ഇടയിൽ പ്രചരിക്കണം, കൂടുതൽ കഥകളായിട്ട്. ഇതൊക്കെ ബൈബിളിലും അല്ലെങ്കിൽ വേദശാസ്ത്രമൊക്കെ പഠിപ്പിച്ചാലും ഇങ്ങനെയുള്ള കഥകൾ ഒരു സെക്കുലർ ആയിട്ടുള്ള ആളുകളെയും അല്ലാത്തവരെയും ഒക്കെ സ്വാധീനിക്കാൻ ആയിട്ട് ഇടവരും. അതിന് സാധിക്കട്ടെ. നല്ല സമൂഹം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഞാനും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. സാറിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, ഇനി ജോർജ് സാർ ആരെങ്കിലും ഉണ്ടോ? റോയ് സാർ, ജോർജ് സാർ ലേറ്റ് ആയിട്ടാ വന്നത്. മോഹൻദാസ് സാർ കേട്ടോ? കേൾക്കാം.
അൺമ്യൂട്ട് ചെയ്യും. കഥ കേട്ടില്ലായിരുന്നു, യാത്രയിലായിരുന്നു. ഓക്കെ അപ്പോൾ അതൊക്കെ കേട്ടാൽ മതി, കേട്ടിട്ട് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ കഥ? യെസ്, എന്തെങ്കിലും? ഇല്ല, എല്ലാവരും താമസിച്ചു പോയി ഇന്ന് വന്നത്. പ്രത്യേകിച്ച് ലാബ്സൻ സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗോമർ സാർ അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്യും, കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യും. പവിഴം ഉണ്ടോ അതോ വടിയാണോ? കേൾക്കുന്നില്ല അല്ലേ? ഓക്കെ. സോ ലാബ്സൻ സാർ എൻ്റെ ഒരു മോറൽ സൈഡും കൂടെ പറഞ്ഞു വെച്ചാൽ നമുക്ക് നോക്കാം. സാറേ ഒരു ഡൗട്ട് ബാക്കി നിൽക്കുന്നു സാറേ. ബെൻ എന്ന് പറയുന്ന പോലീസുകാരൻ എന്തുകൊണ്ടായിരിക്കും അയാളെ കണ്ടിട്ട് മനസ്സിലാകാത്തത് കൊണ്ടാണോ ഇത് റാൽഫ് സ്പെൻസർ ആണോ ജിമ്മി അല്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്? അതേ അയാൾ മനഃപൂർവ്വം അയാൾ നന്നായി എന്നുള്ള ഒരു അവസ്ഥ കണ്ടിട്ട് അയാളെ നന്നായിക്കോട്ടെ എന്ന് കരുതി പോയതാണോ? അതെ, അദ്ദേഹം ഈ ഇതുവരെ ബാങ്ക് ബർഗ്ലറിക്ക് വേണ്ടിയാണ് അദ്ദേഹം തന്റെ ടൂൾസ് ഉപയോഗിച്ചിരുന്നത്. ഇത്തവണ ഉപയോഗിച്ചത് അദ്ദേഹം ബാങ്ക് ബർഗ്ലറിക്ക് വേണ്ടിയല്ല, തന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ല, തന്റെ ജീവിതം പാഴായ പോയാൽ പോലും ഈ കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ള ആ വലിയ ചിന്തയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. പ്രവർത്തിച്ചതോടുകൂടെ അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് ഒരുപക്ഷെ അദ്ദേഹം നേരത്തെ ഇങ്ങനെ ചെയ്ത് പരിചയമുള്ള ആളാന്നൊക്കെ കൊണ്ട് അവിടെ കുറ്റം വരികയാനും അദ്ദേഹത്തിന്റെ ഭാവി മുഴുവൻ തകർക്കാനും സാധ്യതയുണ്ട്, തകർപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയതുകൊണ്ടാണ്. എങ്കിൽ പോലും അദ്ദേഹം ആ സമയത്ത് ആ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് കാണിച്ച ആ ധീരമായ നടപടിയിൽ ബെൻ എന്ന് പറയുന്ന പോലീസുകാരന് വലിയ അഭിമാനം തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹം പണ്ടത്തെ ജിമ്മി അല്ല, ശരിക്കൊരു മാറ്റപ്പെട്ട വ്യക്തിയായി ട്രാൻസ്ഫോർമേഷൻ വന്ന വ്യക്തിയാണെന്ന് ബെൻ എന്ന് പറയുന്ന പോലീസുകാരൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് മനസ്സായിട്ടല്ല, അത് മറ്റുള്ളവർ മുമ്പ് വെച്ച് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞെന്ന് മാത്രം. തന്നെയല്ല, അത് കൃത്യമായിട്ട് പ്രൊക്ലൈം ചെയ്തായിരുന്നല്ലോ, ഇത് ആർക്കും പൊട്ടിക്കാൻ പറ്റാത്ത ഒരു സേഫ് ആണെന്നും അല്ലേ? അതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അയാളുടെ കഴിവിനെയും അവിടെ പറയുന്നുണ്ട്. മോശം പ്രവൃത്തി ആണെങ്കിൽ കൂടി അങ്ങനെ ഒരു ടെക്നിക്കൽ കഴിവ് അയാൾക്കുണ്ടല്ലോ. അത് രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, തന്റെ പ്രാണേശ്വരി പറയുമ്പോൾ, പ്രേമവാചനം പറയുമ്പോൾ ആ കാമുകനുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ആ പ്രാണേശ്വരൻ തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒന്ന്. രണ്ടാമത്, ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്ന സംഗതി. ഇത് രണ്ടും കൂടെ അദ്ദേഹത്തിന് സമന്വയിച്ചു വന്നപ്പോൾ പിന്നെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ നിലനിൽപ്പെല്ലാം നോക്കുന്നത് ലഭിക്കുന്ന ആ നന്മ മാത്രമേ ആലോചിക്കുന്നുള്ളൂ. തന്റെ ജീവിതം ചിലപ്പോ അതോടുകൂടെ കൊഞ്ഞട്ടെ ആകാം, എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല, ഇത് നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോഴേ നമുക്ക് പേഴ്സണലായിട്ട് ഒരുപാട് നഷ്ടം വരും. പക്ഷെ ആ നഷ്ടം ട്രാൻസ്ഫോർമേഷൻ ചെയ്യപ്പെടുന്ന യഥാർത്ഥമായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ അവരതെ കുറിച്ച് ചിന്തിക്കാറില്ല. സിദ്ധാർത്ഥൻ രാജകുമാരനായിട്ട് പദവിയിൽ ഇരിക്കാൻ പറ്റുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലെ വ്യതിയാനം വരുമ്പോൾ ഒരൊറ്റ സംഗതിയാണ് അദ്ദേഹത്തിന് വ്യതിയാനം വരുത്താനായിട്ട് സാധ്യമായി തീർന്നത്. അതുവരെ അവരെ കാണിക്കാതെ കൊണ്ടു നടക്കുകയായിരുന്നു. പക്ഷെ ഒരു ദുർബല നിമിഷത്തെ അത് കാണാൻ അവസരം വന്നപ്പോൾ ഉടനെ അദ്ദേഹം തന്റെ എല്ലാ സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. കലിംഗ യുദ്ധത്തിൽ ഉണ്ടാകുന്നത് തന്നെയാണ്. ആളുകളുടെ ആ ഗുരുതരമായ അവസ്ഥ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വ്യത്യാസം വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഭാരതീയത്തിൽ പഠിക്കുന്നത്. ഇത് ബൈബിളിൽ കാണുന്നത് തന്നെയാണ്. മോസസ് എന്ന് പറയുന്ന വ്യക്തി തന്റെ രാജകൊട്ടാരത്തിലെ മിസ്രൈമിലെ ഈജിപ്തിലെ രാജാവായിട്ട് വാഴ്ന്നുകൊണ്ടിരിക്കുക, അവിടുത്തെ രാജകുമാരായിട്ട് വാഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നീതിക്കെതിരായിട്ട് പോരാടുന്നത് കാണുമ്പോൾ അദ്ദേഹം എതിർക്കുന്നുകൊണ്ട് അദ്ദേഹം ഇടപെടുമ്പോൾ ഈജിപ്തുകാരനെ കൊല്ലേണ്ടി വന്നു. കൊല്ലണം വന്നതല്ല, എതിർത്തപ്പോ അദ്ദേഹം ഈ യുദ്ധാഭ്യാസം പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹം കൈപ്രയോഗിച്ചപ്പോ അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഈജിപ്തുകാരനെ മരിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് ജീവിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം രാജകൊട്ടാരം വിട്ട് ഓടിപ്പോവുക, എന്നിട്ട് പിന്നെ ഇടയന്റെ ഒരു വേലയ്ക്ക് പോവുകയാണ്. പക്ഷെ ദൈവത്തിന് അങ്ങനെയുള്ള ഒരാളെ ആവശ്യം വരുന്നത്. 40 കൊല്ലം രാജകുമാരനായിട്ട് ജീവിക്കുകയും
40 കൊല്ലം ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയനമായിട്ടുള്ള ആ വ്യക്തിയെ, മോസസിനെ, പിന്നെ ഇവരെ വിടുവിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണുകയാണ്. ഏറ്റവും സൗമ്യനായിട്ടുള്ള മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ ദൈവം പോലും വിശദീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന വ്യക്തിക്ക് താൽക്കാലികമായ ജീവിതത്തിലെ ഒന്നുമല്ല. അവരുടെ യഥാർത്ഥമായ പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ്. ഈ പുതിയ വ്യക്തി എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ ഒരിക്കൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ സാറിന് കേട്ടിട്ടുള്ള ക്ലാസ്സാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ന്യൂ എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്തിരുന്നത്. അതിനകത്ത് പറയുന്നത് NEW എന്ന് 3 വാക്കുകൾ. N എന്ന് പറയുന്നത് പലപ്പോഴും നെഗറ്റീവ് ആയിട്ട് ചിന്തകളാണ് നമുക്ക് വരുന്നത്. ആ N അതുപോലെ തന്നെ E എന്ന് പറയുന്നത് ഈഗോ. നമ്മൾക്ക് ഞാൻ കേമനാവണം ചിന്തിക്കുക, മറ്റവരും എന്തായാലും വേണ്ടില്ല, എൻ്റെ കാര്യം മുകളിൽ നിൽക്കണം എന്ന് പറയുന്ന ഈഗോ. മൂന്നാമത്തത് നമുക്ക് പലപ്പോഴും വറീസ് ഉണ്ടാകുകയാണ്. ഈ ഞാൻ തന്നെ ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്ത് ഞാൻ കേമനായിട്ടിരിക്കാൻ ശ്രമിക്കുന്ന രീതിയാവുള്ളത്. പക്ഷെ ഈ 3 അങ്ങ് മാറിയാൽ നമുക്ക് യഥാർത്ഥമായി ന്യൂ ആയിട്ട് വരാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, ന്യൂ ആയിത്തക്ഷണം നറിഷിങ്, മറ്റുള്ളവരെ പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കും. 2 എമ്പത്തറ്റിക് ആവും. മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും യഥാർത്ഥ പുതുമനുഷ്യൻ അവരുടെ എമ്പത്തറ്റിക് ആയിട്ടുള്ള അപ്രോച്ചോടുകൂടെ എനിക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും ചിന്തയോടുകൂടെയാണ് അവർ പ്രവർത്തിക്കുക. അത് എമ്പത്തറ്റിക് എന്ന് പറയുന്നത്. ലാസ്റ്റ് W എന്ന് പറയുന്നത് നമ്മൾ പകരമായിട്ട് റിയൽ വർക്ക്, സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരെ മാറും. നമുക്ക് ഈ യഥാർത്ഥമായ എമ്പത്തറ്റിക് ആയ ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിന് വേണ്ടിയല്ല പിന്നെ പ്രവർത്തിക്കുന്നത്, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ള നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് ചെയ്യും. ഞാൻ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും സാധാരണ പറയുന്നത്, പണ്ടത്തെ കാക്ക വെള്ളമില്ലാതെ വന്നപ്പോൾ കല്ലിട്ട് കൊടുത്തിട്ട് കുറെ കല്ലെടുത്ത് കൊടുത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാ വെള്ളം പൊക്കിയത്. പുതിയ കാക്ക അങ്ങനെയല്ല. ഈ പുതിയ കാക്ക സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് അന്വേഷിച്ച് പിടിച്ചിട്ട് വലിയൊരു സ്ട്രോ വാങ്ങിച്ചുകൊണ്ട് വരിക, എടുത്തുകൊണ്ട് വന്നിട്ട് ആ സ്ട്രോ ഇട്ടിട്ടാ അത് അന്വേഷിച്ചിട്ട് സ്ട്രോ കണ്ടെത്തുന്ന പരിപാടിയുള്ളൂ. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. അപ്പൊ സ്മാർട്ട് വർക്കിലൂടെ പുതിയ മനുഷ്യൻ നന്മ ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് എമ്പത്തറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ എന്ന് പറയുന്ന മനുഷ്യൻ റിയൽ ആയിട്ടും പുതിയൊരു വ്യക്തിയായിട്ട് മാറി. അയാളെ ചാരത്തിൽ നിന്ന് പുതിയൊരു വ്യക്തി ഉയർത്തി നിൽക്കുകയാണ്. അദ്ദേഹം പേര് മാറ്റിയിട്ടൊക്കെ തന്റെ പഴയ കാര്യം അറിയാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അദ്ദേഹം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് തന്റെ കാര്യം ഒട്ടും സെൽഫിഷ് ആകാൻ ശ്രമിക്കാതെ അദ്ദേഹം തനിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് നഷ്ടങ്ങളുണ്ട്, അതൊന്നും അദ്ദേഹം ആ സമയത്ത് ചിന്തിക്കുന്നേ ഇല്ല. അതാണ് ന്യൂ മാൻ്റെ പ്രത്യേകത. ഞാൻ അതുകൊണ്ട് ന്യൂ ഇയറിലായപ്പോൾ അങ്ങനെ ഒരു കഥ നോക്കിയെടുത്തത് മാത്രമേ ഉള്ളൂ. ഇതിൽ മാഡം നേരത്തെ അത് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കഥയെ പറയുമായിരുന്നു, അത് ഞാൻ അറിയില്ലായിരുന്നു. എന്തായാലും പുതിയ ഒരു വർഷമായതുകൊണ്ട് അങ്ങനെ തോട്ട് തരാം എന്ന് വിചാരിച്ചുകൊണ്ട് സാറ് കഴിഞ്ഞ ആഴ്ച തന്നെ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ആഴ്ച എന്തായാലും വന്നോളാം എന്ന് സാറ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ച ആ ഒരു ചിന്ത തന്നത് മാത്രമേ ഉള്ളൂ. ഓഹന്റെ കഥയ്ക്ക് മിക്കവാറും ലാസ്റ്റ് ട്വിസ്റ്റ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നേരത്തെ സാറ് പറഞ്ഞ ആ മാഗീസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെയാണ്. താൻ സ്നേഹിക്കുന്ന തന്റെ പ്രേമവാചനത്തിന് ഒരു വാച്ച് വാങ്ങിച്ചു കൊടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ആ ലേഡി തന്റെ ഇഷ്ടപ്പെട്ട മുടി മുറിച്ചിട്ട് അത് വിറ്റിട്ട് ഒരു വാച്ച് വാങ്ങിക്കുകയാണ്. എന്നാൽ ആ പ്രാണസ്നേഹിതൻ ഈ താൻ സ്നേഹിക്കുന്ന അവൾക്ക് ഇഷ്ടപ്രകാരം മുടിയുള്ളതാണ്, അത് ആ മുടിക്ക് പറ്റിയ ഒരു സ്ലൈഡ് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം വാച്ച് വിറ്റിട്ട് അദ്ദേഹം ആ സ്ലൈഡ് വാങ്ങിക്കുക ചെയ്യുന്നു. അങ്ങനെയുള്ള തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം വിറ്റിട്ട് തന്റെ പ്രാണേശ്വരിക്ക് വേണ്ടിയിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ മറ്റേ ആള് അദ്ദേഹത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്ത് അങ്ങനെ ഒരു അതിനകത്ത് പ്രതിപാദിക്കും. അപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് സാധാരണയായിട്ട് ഓഹന്റെ കഥകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു ട്വിസ്റ്റാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഈ ട്വിസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം നല്ല മനുഷ്യനാകാൻ യഥാർത്ഥമായിട്ട് തീരുമാനിക്കുകയാണ്. ആൾക്കാരെ കാണിക്കാനോ തന്റെ ജീവിത സുഖത്തിന് വേണ്ടിയല്ല, യഥാർത്ഥമായിട്ട് ഒരു മാറ്റപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അല്പം കൂടെ നന്നാകുവാൻ ദർ ഈസ് ഓൾവേസ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് അല്പം കൂടെ നന്നാകാനായിട്ട് പരിശ്രമിക്കരുതോ എന്ന ചിന്ത ഈ കഥയിലൂടെ നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു. നല്ല കഥയായിരുന്നു. അതുപോലെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി അതിന്റെ ആ ഒരു വിശാലത വന്നത് സാറേ. താങ്ക് യു. ഓക്കെ, അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഒരു പുതുവർഷത്തിലേക്കുള്ള മൂവ്മെന്റിനുള്ള ഒരു ചെറിയ ഗിഫ്റ്റും കൂടെ സാറ് തന്നു. വളരെ സന്തോഷം. സോ വേറെ ആർക്കും കമന്റ്സ് ഒന്നും ഇല്ലല്ലോ? പറയട്ടെ സാർ. പറയും. ആ ഓ ഹെൻറിയുടെ വേറെ ഒരു കഥയില്ലേ, സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്,
നന്നാകാൻ തീരുമാനിക്കുമ്പോ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നത്? സോഫിയുടെ കഥ. അതെ അതെ, ആ സ്കോപ്പ് ആൻഡ് കഥയുടെ അതിന്റെ പേരെന്തായിരുന്നു സാർ? സ്കോപ്പ് ആൻഡ് ആൻഡ്. കോപ്പാന്റെ അന്തം. അതിൽ തിരിച്ചാണ് സംഭവിക്കുന്നത്. നന്നാകാൻ തീരുമാനിക്കുമ്പോ യു ആർ അണ്ടർ അറസ്റ്റ്. അതുപോലെ മറ്റൊരു കഥ ഞാൻ നേരത്തെ പറഞ്ഞത് ദ ലാസ്റ്റ് ലീഫ്. ആ അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റിന്റെ ഏറ്റവും മനോഹരമായ ഒരു മാസ്റ്റർ പീസ് വരച്ചു വെക്കുന്ന, അദ്ദേഹത്തിന് ജീവൻ കളഞ്ഞിട്ട് വേണ്ടില്ല ആ കുഞ്ഞിനെ രക്ഷിക്കുന്ന കഥയൊക്കെ. മോഹന്റെ മിക്കവാറും കഥകൾ അങ്ങനെയാണ്. ലാസ്റ്റ് ട്വിസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആണ്. പൊതുവെ ഒരു കാര്യങ്ങളോട് പറഞ്ഞു മാത്രമേ. പിന്നെ ജോഷി സാറ് പറഞ്ഞില്ലേ, രവിയച്ചൻ ആ കുറ്റം ചെയ്തില്ല, അനിയന് വേണ്ടിയിട്ട് ആ കുറ്റം ഏറ്റെടുത്തതല്ലേ സാർ രവിയച്ചൻ? രവിയച്ചൻ കുറ്റക്കാരനല്ല എന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. അതെ അതെ, അനിയനാണ് അത് ചെയ്തത്. അനിയന് വേണ്ടി കുറ്റം ഏറ്റെടുത്തതാ. അദ്ദേഹം ഉണ്ടോ, ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? അറിഞ്ഞൂടാ സാർ. അല്ല, രവിയച്ചൻ മരിച്ചു പോയത്. ആ മറ്റേ ആളുണ്ടോ? മദ്രാസിലെ മോനുണ്ടോ? റന്നി ഉണ്ടോ? അത് അറിഞ്ഞൂടാ. റന്നി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റന്നിയുണ്ട്. റന്നി സാറിന്റെ അയലോക്കക്കാരനാ കേട്ടോ. സാബുസറും വിടുന്നില്ലല്ലോ. എന്റെയോ? ചാലുകുന്നല പുള്ളിയുടെ വീട്. ശരി ശരി. ആ ചാലുകുന്ന ഇറക്കമില്ലേ, ആ ആ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ തന്നെ പിന്നെ 2 സൈഡിലേക്കായിട്ട് റോഡുണ്ടല്ലോ, 1 വേ അല്ലേ? മനസ്സിലായി. അവിടെ കയറി വരുന്ന ഇപ്പൊ നമ്മളിങ്ങനെ വളഞ്ഞങ്ങോട്ട് പോകുമ്പം അവിടെ ഇന്ത്യ എവരിഹോം ക്രൂസൈഡ് എന്ന് എഴുതി വെച്ചിട്ടില്ലേ? അതാ വീട്. അത് ശരി. അവരുടെ വീടാ അത്. പുള്ളിക്കാരന്റെ ഫാദർ പുള്ളിയുടെ ആ ഇന്ത്യ എവരിഹോം ക്രൂസൈഡ്. ഓക്കെ. മോഹൻദാസ് സാർ എന്തെങ്കിലും പറയുന്നോ? സാർ അൺമ്യൂട്ട് ചെയ്തോ? മോഹൻദാസ് സാർ അൺമ്യൂട്ട് ചെയ്യും. ഇല്ല, അവരിന്ന് മറ്റേ 1-ാം തീയതിയാണ് നല്ല സാന്നിധ്യമായിട്ടുള്ള ഒരു മെസ്സേജൊക്കെ കിട്ടി. മാത്രമല്ല ജോസ് സാർ കോട്ടയത്തെ തങ്ങളുടെ ആ പഴയ സ്ഥലം കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. ചാലുകുന്നും അവിടുത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സന്തോഷം. എല്ലാവർക്കും മകരവിളക്കിന്റെയും മകരം വന്നതിന്റെയൊക്കെ ആശംസകൾ നേരുന്നു. എന്റെ ബർത്ത്ഡേയും കൂടിയാണ്. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു മോഹൻ സാർ. ഹാപ്പി ബർത്ത്ഡേ ടു യു മോഹൻ സാർ. അപ്പൊ ഇനിയും സാറ് കേക്കൊക്കെ മുറിച്ചോ? ഞങ്ങളെ കാണിക്കുകയെങ്കിലും ചെയ്യണമല്ലേ സാറേ? അതെ കേൾക്കുന്നില്ല. കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോ കേൾക്കുന്നില്ലെന്ന്. ഇല്ലെന്നേ പറഞ്ഞോളൂ, ഇല്ലെന്നേ പറഞ്ഞു. കേക്ക് ഇല്ല, വേണ്ട സാറേ, വെറുതെ പറഞ്ഞതാ. സാബു സാർ ഇനി ഓഫ്ലൈൻ ക്ലാസ് വെക്കുമ്പോഴത്തേക്ക് കേക്ക് കൊണ്ടുവന്നാ മതി മോഹൻദാസ് സാർ. പുതിയ വർഷത്തിന്റെ കേക്കാണോ? ബർത്ത്ഡേ കേക്ക് സാർ കേട്ടില്ലല്ലോ, മോഹൻദാസ് സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ആണോ? ശരി. ഇപ്പൊ എന്ത് ചെയ്യും? ഞങ്ങളൊക്കെ വിഷ് ചെയ്തു, പാട്ടുപാടി വിഷ് ചെയ്തു. പിന്നെ എന്താ കാണാം, പിന്നെ കേക്കിലൊന്നും കാര്യമില്ല. ഓൺലൈനായിട്ട് ഡിജിറ്റൽ വാക്കിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിലാണ് കാര്യം. അപ്പൊ എല്ലാ ആശംസകളും. അതെ, ഇനി സാറ് പേഴ്സണലായിട്ട് വിളിച്ചാൽ നമ്മൾ ചെല്ലും കേട്ടോ, അത് വേറെ കാര്യം. എറണാകുളം വരെ വന്നാൽ പോരെ, അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. കണ്ടോ, അത് പറയുന്നൊന്നും സാറ് കേൾക്കുന്നില്ല, അത് കാരണം കുഴപ്പമില്ല. അവിടെ ബർത്ത്ഡേ ആഘോഷമായിരിക്കും. അതെ. ഇത്രയും നേരം ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ഞങ്ങളോട് പറയുന്നത് കേൾക്കാൻ പറ്റിയില്ല, കഥ കേൾക്കാൻ പറ്റിയില്ല എന്നൊക്കെയാ. അവിടെ ആഘോഷത്തിമുറിപ്പിലായിരുന്നു സാറേ. അതെ. അതൊരു സന്തോഷം അല്ലേ? സന്തോഷം സാറേ. ഒരു ട്വിസ്റ്റ് ഉണ്ട്. അന്നേരം ഹോസ്പിറ്റലായിരുന്നു, കുഞ്ഞിന് പനിയായിട്ട് രാവിലെ 6 മണിക്ക് കുഞ്ഞിന്റെ അമ്മയ്ക്ക് അതല്ല ലൂസ് മോഷന്റെയും വയറും ക്ഷീണമൊക്കെ ആയിരുന്നു, വയറുവേദനയൊക്കെ. ഇന്നലെ രാത്രി 12 മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. ഇന്ന് വെളുപ്പിനും വീണ്ടും പോയി ഹോസ്പിറ്റലിന്റെ. ഇപ്പൊ വൈകിട്ട് അവനും അതിന്റെ പാല് കുടിച്ചപ്പോൾ ഉള്ള ഒരു പനിയും
ബർത്ത്ഡേ അപ്പം തകർത്തു എന്ന് അതിന് പറയാം അല്ലേ? നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ഓക്കെ, എനിവേ അതെ ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ബെസ്റ്റ് ആശംസകൾ എല്ലാം നൽകുകയാണ്. ഓക്കെ ഓക്കെ അതെ സാർ. അതെ അപ്പോൾ ലാബ്സൻ സാർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. നാളെ മൈൻഡ്ഫുൾനെസ്സിന്റെ ബ്രീത്തിങ്ങിന്റെ ഒരു പുതിയ പാർട്ടായിരിക്കും എടുക്കുന്നത്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ ലാബ്സൻ സാർ. ഒരിക്കൽ കൂടി പുതുവർഷ എല്ലാ ആശംസകളും നേരുന്നു. ബൈ. താങ്ക് യു സർ. ബൈ. സെയിം ടു യു.